റേഡിയോയില് രാധാകൃഷ്ണൻ സാറിന്റെയും പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സാറിന്റെയും ലളിതഗാനങ്ങൾ വരുമല്ലോ. പിന്നെ അത് കേട്ട് 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 പഠിക്കുമായിരുന്നു. വലം പിരി ശംഖിൽ തുളസി തീർത്ഥം മലയജ കുങ്കുമ മഹാപ്രസാദം. ഞാൻ ജീവിതത്തിൽ ആകെ പേടിച്ചിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടർ എന്ന് പറയുന്നത് രവീന്ദ്ര മാഷ്. ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞ് 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 എൻ്റെ വീട്ടിലിരുന്നു. അന്ന് മാഷില്ലല്ലോ, ഓടിച്ചെന്ന് ഒരു നന്ദി പറയാനോ ഒരു സന്തോഷം പറയാൻ ഇതൊന്നും മാഷ് എന്നോട് പിന്നീട് പറഞ്ഞിട്ടേ ഇല്ലായിരുന്നു. ഒരു പാട്ടല്ല ഒരു ദിവസം പാടുന്നത്, ചിലപ്പോൾ 10ഉം 13ഉം പാട്ടുകൾ പാടും ഒരു ദിവസം. പിറ്റേ ദിവസം അതിൻ്റെ പിറ്റേ ദിവസം അതിൻ്റെ പിറ്റേ ദിവസവും അതിൻ്റെ പിറ്റേ ദിവസവും ഇങ്ങനെ വരി വരിയായിട്ട് രാജാ സാറിൻ്റെ പാട്ടുകൾ സംഭവിച്ചു. മോളുടെ കൂടെ പാടിയത് ആരാന്ന് മനസ്സിലായോ? ഇല്ല, ജോൺസൺ എന്നാണ് പേരെന്ന് പറഞ്ഞു. അതാണ് മ്യൂസിക് ഡയറക്ടർ ജോൺസൺ. ഒട്ടും ടെൻഷൻ തരാത്തൊരു മ്യൂസിക് ഡയറക്ടറാണ് റഹ്മാൻ സാർ. ഒട്ടും നമുക്ക് ഇതൊരു സ്റ്റുഡിയോ ആണ്, അയ്യോ ഇവിടെ പേടിച്ച് അങ്ങനത്തെ ഒന്നുമില്ല. നമ്മളെ ഫ്രീ ആയിട്ട് കംഫർട്ടബിളായിട്ട് പാടിക്കുന്ന ഒരു സ്ഥലമാണത്. പഠിപ്പിച്ചു തരുന്നത് നീറ്റായിട്ട് പാടി വെക്കുക എന്നുള്ള ആ ഒരു ജോലിയാണ് നമ്മുടെ ജോലി. അപ്പം അത് ചെയ്യാൻ പറ്റാണ്ട് വരുന്ന ഒരു അവസ്ഥ എന്ന് പറയണത് ഒരു വല്ലാത്ത അവസ്ഥയാണ്. ഞാൻ മടി പറഞ്ഞാലും എന്നെ ധൈര്യം തന്ന് വിളിച്ച 2 പേരാണ് റഹ്മാൻ സാറും ജോൺസൺ ചേട്ടനും. സൗപർണികാമൃത വീചികൾ പാടും നിന്റെ സഹസ്രനാമങ്ങൾ ജഗദംബികേ മൂകാംബികേ. ആയിരത്തി 1986 നടന്ന സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ വലംപിരി ശംഖിൽ എന്ന് തുടങ്ങുന്ന ഗാനം ആലപിച്ച് 1ാം സ്ഥാനം നേടി. റോസ്ലി PJ എന്ന ഗായിക പിന്നെ മിൻമിനി ആവുകയും ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഗായികയായി മാറുകയും ചെയ്തു. നമുക്ക് ഈ വലംപിരി ശംഖിൽ തുടങ്ങിയാലോ? വലം പിരി ശംഖിൽ തുളസി തീർത്ഥം മലയജ കുങ്കുമ മഹാപ്രസാദം പ്രദക്ഷിണ വഴിയിൽ അഴകിന്നഴകേ നിന്റെ മനോഹര രൂപം മദാലസ രൂപം കോമളരൂപം വലം പിരി ശംഖിൽ തുളസി തീർത്ഥം. ഏത് വയസ്സിലാണ് അത് പാടിയത്? അത് 15. അതിന് മുന്നൊക്കെ സ്കൂൾ യുവജനോത്സവത്തിന് ഞാൻ അങ്ങനെ സ്റ്റേറ്റ് ലെവലിൽ പോയിട്ടില്ല. ആദ്യമായിട്ടാണ്. ആദ്യത്തെ മത്സരത്തിൽ തന്നെ അതിന് മുൻപ് എന്റെ ചേച്ചിമാരായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, ഒരു ചേച്ചിക്ക് മൂന്നാം സ്ഥാനം പ്രൈസ് കൊടുക്കാൻ വേണ്ടി മാത്രം 3ാം സ്ഥാനം എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാനം അല്ലേ? സുജാത ചേച്ചി, അരുന്ധതി ചേച്ചി, പിന്നെ എന്റെ ചേച്ചി ഗ്രേസി ജോസഫ്. അപ്പൊ അവര് 3 പേരും നന്നായി പാടി. ഫസ്റ്റ് പ്രൈസ് അരുന്ധതി ചേച്ചിക്ക്, സെക്കൻഡ് സുജാത ചേച്ചിക്ക്, അപ്പോൾ 3rd പ്രൈസ് ഒന്നില്ലെങ്കിൽ 2 സെക്കൻഡായിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ
തേർഡ് പ്രൈസ് ആയിട്ട് കൊടുക്കണം. അങ്ങനെ ആദ്യമായിട്ട് യുവജനോത്സവത്തിൽ 3ാം സ്ഥാനം വരുമായിരുന്നു അല്ലേ? ചേച്ചിയുടെ ഗ്രേസി ജോസഫ്, ഇപ്പൊ ഗ്രേസി പാപ്പച്ചൻ. പഠിച്ചിരുന്നു ആ സമയത്ത്? പാട്ട് പഠിച്ചില്ല. ശാസ്ത്രീയമായിട്ട് ആരും സംഗീതം അഭ്യസിച്ചിട്ടില്ല എൻ്റെ വീട്ടില് അന്ന്. അതായത് എൻ്റെ അപ്പച്ചൻ്റെ ഫാമിലിയിൽ എല്ലാവരും പാടും, മ്യൂസീഷ്യൻസ് ആണ്. അമ്മച്ചിയുടെ ഫാമിലിയിൽ മ്യൂസീഷ്യൻസ് എന്ന് പറയാൻ അങ്ങനെ വലിയ തോതിലല്ല എങ്കിലും പാട്ടുകാർ ഒരുപാടുണ്ട്. എല്ലാവരും അസലായിട്ട് പാടുന്ന പാട്ടുകാർ എന്ന് പറഞ്ഞാൽ ആ കുടുംബം മൊത്തം പാടുന്ന ആൾക്കാരാണ്. എൻ്റെ കുട്ടിക്കാലം അത് 1 തുടങ്ങി 4 വരെ കീഴ്മാട് തന്നെയുള്ള ഒരു ഗവൺമെൻറ് LP സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ അവിടുത്തെ ടീച്ചേഴ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ 4 മണിക്ക് ക്ലാസ് കഴിഞ്ഞാലും അവർ പോവില്ല. 4:30 ബസ്സുണ്ട്, പക്ഷെ ആ ബസ്സിന് അവർ പോവില്ല. അവർ 5:30 ബസ്സിനേ പോവുള്ളൂ. ഈ 1 മണിക്കൂർ എനിക്കുള്ളതാണ്. പാട്ട് പാടിപ്പിക്കാണോ? അത്രയും ഇഷ്ടമുള്ള ടീച്ചേഴ്സായിരുന്നു എൻ്റെ. അവരെന്നെ ഒത്തിരി പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ബാലയ്ക്ക് പാടിയിരുന്നു. കുഞ്ഞാണ്, ചെറിയ കുട്ടിയാണ്. 5ാം ക്ലാസ് പഠിക്കുന്ന സമയം മുതൽ 5, 6, 7, 3.5 വർഷത്തോളം ബാലെ ട്രൂപ്പിൽ ഞാൻ പാടിയിട്ടുണ്ട്. പാടിയിട്ടുണ്ടെന്ന് പറയാൻ എനിക്ക് ഒരു പ്രൗഡാണ്. കാരണം എന്താണെന്നറിയോ, ഞാൻ ശാസ്ത്രീയ സംഗീതം പഠിക്കാത്ത ആളാണ്. ബാലയിൽ പാടുന്ന പാട്ടുകളെല്ലാം ശാസ്ത്രീയ സംഗീതം, അതായത് കർണാടക സംഗീതം ബേസ്ഡ് ആയിട്ടുള്ള സോങ്സ് ആണ്. അപ്പം അത് ഗുരുമുഖത്തു നിന്ന് തന്നെയാണ് പഠിക്കണത്. അവിടുത്തെ വേണുജി മുളവുകാട് എന്ന് പറഞ്ഞൊരു മാസ്റ്റർ ഉണ്ടായിരുന്നു. ആ മാസ്റ്റർ ഹാർമോണിയം വെച്ച് ഈ പാട്ടുകളെല്ലാം ഹാർമോണിയത്തിൽ വായിച്ച് മാഷ് പാടി എന്നെ പഠിപ്പിക്കും. അപ്പം അതും നമ്മൾ ഇഷ്ടമായിട്ട് പോയതല്ല. സത്യത്തിൽ ഞാൻ എവിടെയോ ഡാൻസിന് പാടുന്നത് കേട്ടിട്ട് അവരെന്നെ ഈ കുട്ടീനെ പാടാൻ കിട്ടുമോ എന്ന് അന്വേഷിച്ച് വീട്ടിൽ വന്ന് അങ്ങനെ ബാലയിലെത്തിയതാണ്. എൻ്റെ സിംഗിങ്ങിനെ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാൻ ആ കാലഘട്ടം, ആ പാട്ടുകൾ, ആ ബാലെ എന്നെ സഹായിച്ചിട്ടുണ്ട്. അപ്പൊ ഈ വലംപിരി ശങ്കിൽ എന്നുള്ള അത്രയും ടഫായിട്ടുള്ളൊരു സോങ് ആണ്. പാട്ട് പഠിച്ചിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല താനും. എന്നിട്ടും അങ്ങനെ ഒരു പാട്ട് യൂത്ത് ഫെസ്റ്റിവലിന് അതാരെങ്കിലും തെരഞ്ഞെടുപ്പായിരുന്നോ? അല്ലെങ്കിൽ ആണ്. അന്നൊക്കെ ലളിത സംഗീതം കോമ്പറ്റീഷന് ശാസ്ത്രീയം അഭ്യസിച്ച കുട്ടികളും പാടാറുണ്ടല്ലോ. അപ്പോൾ അപ്പച്ചൻ എന്താ പറയാ, നല്ലൊരു സംഗീതജ്ഞനാണ്. എല്ലാ കുറവുകളും മനസ്സിലാക്കി അതിൻ്റെ ആ കുറവുകളിൽ നിന്ന് നമ്മളെ പ്രൊഫഷണൽ ഒരു സിംഗിങ് സ്റ്റൈലിലേക്ക് കൊണ്ടുവരാൻ തക്ക അറിവുള്ള ആളായിരുന്നു. അത് ഉണ്ടായിട്ടുള്ള കഴിവല്ല. കേട്ട് അപ്പച്ചൻ ഞങ്ങളെ പാടിപ്പിച്ച് ഞങ്ങളുടെ കുറവ് എന്താണ് എന്ന് മനസ്സിലാക്കി ആണ് ഞങ്ങളെ ഓരോ കോമ്പറ്റീഷനും അല്ലെങ്കിൽ ഓരോ പാട്ടുകളും, കോമ്പറ്റീഷന് വേണ്ടിയല്ല നമ്മൾ പാട്ട് പഠിക്കണത്. നമ്മുടെ എന്താ പറയാ, ബ്ലഡിൽ മുഴുവനും പാട്ടാണ് കുടുംബത്തിൽ. അപ്പോൾ ഒരു പുതിയ പാട്ട് കേട്ടാൽ അത് ഞങ്ങൾ പഠിക്കണം, അത് പാടണം എന്നുള്ള, പാടി കേൾക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഞങ്ങളെ കൊണ്ട് അത് പഠിപ്പിക്കും. സ്കൂളിൽ നിന്ന് ഓരോ കോമ്പറ്റീഷൻസ് വരുമ്പോൾ ഇന്ന പാട്ട് പാടിയാൽ മതി. അപ്പോൾ റേഡിയോയിൽ രാധാകൃഷ്ണൻ സാറിൻ്റെയും പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സാറിൻ്റെയും ലളിതഗാനങ്ങൾ വരുമല്ലോ. പിന്നെ അത് കേട്ട് പഠിക്കുമായിരുന്നു ചേച്ചിമാരൊക്കെ. അപ്പൊ അവരുടെ കുട്ടിക്കാലം അങ്ങനെയാണ്. അപ്പൊ അവരതൊക്കെ പഠിക്കും. അപ്പൊ അതില് ബെസ്റ്റ് എന്ന് തോന്നുന്ന ഏതെങ്കിലും ഒരു പാട്ടായിരിക്കും കോമ്പറ്റീഷൻ എടുക്കുക. ലളിത സംഗീതം എന്ന് പറഞ്ഞാൽ ലളിതമായിട്ട് പാടിയാൽ മതി ശരിക്കും. പക്ഷെ അതിലും നമുക്ക് നമുക്ക് എന്തോരം കഴിവുണ്ട് എന്ന് കാണിക്കാൻ പറ്റുന്ന ഒരു പാട്ടായിരിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് എൻ്റെ ഈ സമയം വന്നപ്പോൾ അപ്പച്ചൻ അങ്ങനെ തരങ്കിണി കാസറ്റുകളൊക്കെ ഇറങ്ങുന്ന കാലഘട്ടമാണല്ലോ. അപ്പം അങ്ങനെ അപ്പച്ചി മാമാങ്കം എന്നുള്ള പാട്ട് കേട്ടു. അപ്പം അത് കൊള്ളാം, നല്ല പാട്ടാണല്ലോ എന്ന് വിചാരിച്ച് എന്നെ ആദ്യം അത് പഠിപ്പിച്ചു. ഇത് പഠിക്കാനായിട്ട് വീട്ടിൽ ടേപ്പ് റെക്കോർഡറൊന്നുമില്ല. വീട്ടിൽ ടേപ്പ് റെക്കോർഡർ ഉണ്ട്, പക്ഷേ
ബാറ്ററിയാണ്, കറണ്ട് ഇല്ല ഞങ്ങളുടെ വീട്ടിൽ. അപ്പോൾ കുറച്ച് നേരം അത് കേട്ട് കഴിയുമ്പോഴേക്കും ഭയങ്കരമായിട്ട് ബാറ്ററി ഡൗൺ ആവും. അതിപ്പോൾ ആ കഥയൊക്കെ വേറെ കുറേ ഉണ്ട് പറയാൻ. അതൊന്നും പറഞ്ഞാൽ തീരില്ല. അത്രയധികം ബാറ്ററികൾ വാങ്ങി കൂട്ടിയ ഒരു അപ്പച്ചനാണ് എൻ്റെ അപ്പച്ചൻ. അപ്പം ഞങ്ങളുടെ വീട്ടിൽ കണക്ഷനൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അതായത് എല്ലാം കറണ്ട് വന്നാൽ മതി അങ്ങനെ ഒരു സിറ്റുവേഷനാണ്. പക്ഷെ ഞങ്ങളുടെ വീടിൻ്റെ 3 വീടിന് മേലെ തട്ടായിട്ടാണ് ഇങ്ങനെ വീടുകൾ. നമ്മൾ ഊട്ടിയിലൊക്കെ കാണില്ലേ, അതുപോലെ ഒരു തട്ടിലൊരു വീട്, അത് കഴിഞ്ഞ് കുറച്ച് ഇങ്ങനെ. ഞങ്ങൾ ഏറ്റവും താഴെയാണ്. അപ്പം ഞങ്ങളുടെ 3 വീടിന് മേലെയുള്ള വീട് വരെ കറണ്ട് വന്നിട്ടുള്ളൂ. അപ്പം ആ വീട്ടിൽ കുറേ ചേട്ടന്മാർ, 3 ചേട്ടന്മാരുണ്ട്. അവർക്ക് എല്ലാവർക്കും നമ്മളെ ഭയങ്കര ഇഷ്ടമാണ്, പാട്ട് പാടുന്ന കാരണേ. അപ്പം ഞാൻ എല്ലാ വീട്ടിലും ഇങ്ങനെ ഓടി നടന്ന് കളിക്കുന്ന ആളാണ്. അപ്പോൾ അവർ ഞങ്ങൾക്ക് വേണ്ടി ആ പാട്ട് അവിടെ ഉറക്ക വയ്ക്കും. ശരി. ഓ, ഞങ്ങളിവിടെ ഇരുന്ന് കേൾക്കും, ഇവിടെ ഇരുന്ന് പഠിക്കും. അങ്ങനെ പഠിച്ച പാട്ടാണ് വലംപിരി ശങ്കിൽ. അപ്പൊ ആ പാട്ട് പഠിച്ചതോടുകൂടി രവീന്ദ്രൻ മാഷ് നമുക്കൊരു എന്താ പറയാ, അത്ര അങ്ങനത്തെ ഒരു വേറൊരു ലെവലിൽ നമ്മൾ ആളുടെ ഫോട്ടോയോ ഒന്നും ആളെ കുറിച്ച് നമുക്കറിയില്ല, പേര് മാത്രമേ അറിയുള്ളൂ. അപ്പൊ ഇത്രയും ടഫ് പാടുമ്പോ നമുക്കറിയാലോ. അപ്പൊ ഇത്രയും പണികളൊക്കെ ഈ പാട്ടിൽ ചെയ്തു വെച്ച ആള് ഭീകരനായിരിക്കും എന്നുള്ളൊരു ഇത് മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് രവീന്ദ്ര മാഷിന്റെ സിനിമയിൽ പിന്നീട് ആ പേടിയെല്ലാം കൊണ്ടാണ് ആ പാട്ട് പാടാൻ പോയത്, സൗവർണികാമൃതം പാടാൻ പോയത്. ആദ്യം മാഷ് വിളിക്കണമെന്ന് പറഞ്ഞു. പിന്നെ പിറ്റേ ദിവസം റെക്കോർഡിങ്ങിന് ചെന്നിട്ട് പനി പേടിച്ചിട്ടേ ഈ വലംപിരി ശങ്കിന്റെ ഞാൻ ജീവിതത്തിൽ ആകെ പേടിച്ചിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടർ എന്ന് പറയുന്നത് രവീന്ദ്ര മാഷ്. അത് അനാവശ്യമായ പേടിയായിരുന്നു, അറിവില്ലല്ലോ, നമുക്ക് അറിയില്ലല്ലോ ആള്. എനിക്ക് ഒട്ടും സുഖമുള്ളൊരു സിംഗിങ് ആയിരുന്നില്ല അത്. അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിൽ, അപ്പച്ചനും ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും വിളിച്ചിട്ട് അന്ന് ആദ്യത്തെ ദിവസം എല്ലാ മ്യൂസീഷ്യൻസും ഉണ്ടായിരുന്നു സ്റ്റുഡിയോയിൽ, ലൈവ് റെക്കോർഡിംഗ് ആയിരുന്നു. ഞാൻ ചെല്ലുമ്പോൾ, അപ്പച്ചനും ഞാനും ചെല്ലുമ്പോൾ സ്റ്റുഡിയോയിൽ മാഷ് മാത്രമേ ഉള്ളൂ. ചെന്ന വഴി മാഷ് ഭയങ്കര സന്തോഷവും ഭയങ്കര തമാശകളൊക്കെ പറഞ്ഞ് എന്നെ ഭയങ്കര കൂളാക്കി. ഞാൻ കൂളായിട്ട് പാടി പോന്നു. സൗവർണികാമൃത വീചികൾ പാടും നിന്റെ സഹസ്രനാമങ്ങൾ ജഗദംബികേ മൂകാംബികേ. മാഷ് മരിച്ചതിന് ശേഷം മാഷിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ ടി വിയിൽ കണ്ടു. അന്ന് ഞാൻ ഈ സൗവർണിക പാടാൻ ചെന്ന ഇൻസിഡൻറ്റ് മാഷ് പറയുണ്ടായി. ആദ്യത്തെ ദിവസം ഇനി വന്നിട്ട് പാടാൻ പറ്റിയില്ല, ഭയങ്കര മോശമായിട്ടാണ് പാടിയത്. പക്ഷെ അത് ദാസേട്ടൻ വന്ന് കേട്ടു. ദാസേട്ടൻ വന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ ഇതാരെ പാടിയെന്ന് ചോദിച്ചപ്പോൾ ഇതാണ് ദാസേട്ടൻ പറഞ്ഞ മിനി. മിനിയോ, ഇത് മിനിയല്ല എന്ന് പറഞ്ഞു. അപ്പം ഇതാണ് മിനി, ഇങ്ങനെയാണ് പാടിയേക്കണേന്ന് പറഞ്ഞു. അവളിങ്ങനെയല്ല പാടണേ, രവി രണ്ടാമത് വിളിച്ച് പാടിക്കണം എന്ന് ദാസേട്ടൻ പറഞ്ഞതുകൊണ്ടാണ്, ദാസേട്ടൻ്റെ കരുണയിലാണ് ഞാൻ വീണ്ടും സൗവർണികാമൃതം പാടുന്നത്. അപ്പം അതുകൊണ്ട് അപ്പം ഇത് അവൾക്ക് സുഖമില്ലാതെ പാടിയതാന്ന് ദാസേട്ടൻ പറഞ്ഞു. മാഷ ആ ഇൻ്റർവ്യൂവിൽ പറയണത് ഞാൻ മരിച്ചു പോയതിന് ശേഷമാണ് ഞാനത് അറിയണത്. അത് ശരി. ഞാനവിടെ ഇരുന്ന് കരഞ്ഞ് എൻ്റെ വീട്ടിലിരുന്ന്. അന്ന് മാഷില്ലല്ലോ, ഓടിച്ചെന്ന് ഒരു നന്ദി പറയാനോ ഒരു സന്തോഷം പറയാൻ, ഇതൊന്നും മാഷ് എന്നോട് പിന്നീട് പറഞ്ഞിട്ടേ ഇല്ലായിരുന്നു. ആദ്യ ഗാനം സ്വാഗതത്തിലല്ലേ പാടിയത്? ചലച്ചിത്ര പിന്നണി ഗാന രംഗത്തേക്ക് വരുന്നത് അങ്ങനെയാണ് അല്ലേ? അക്കരെ നിന്നൊരു കൊട്ടാരം. അതൊരു മഹാസംഭവം എന്ന് തന്നെ പറയാം എന്നെ സംബന്ധിച്ച്. അവർക്കൊന്നും അത് മഹാസംഭവമായിരിക്കില്ല. കാരണം ഞാനന്ന് എറണാകുളം
ഇങ്ങനെ എല്ലായിടത്തും ഗാനമേളകൾക്ക് പാടുന്നുണ്ട്. എറണാകുളത്ത് സ്ഥിരമായിട്ട് CAC സ്റ്റുഡിയോയിൽ ഞാൻ റെക്കോർഡിങ്സ് പാടുന്നുണ്ട്. CAC മാത്രമല്ല, ആലാബ്, ഉണ്ണിച്ചേട്ടൻ്റെ ആലാബ് സ്റ്റുഡിയോ, പിന്നെ കലാഭവൻ, ഹരിശ്രീ, നാദം, അങ്ങനെ വളരെ കുറച്ച് സ്റ്റുഡിയോസ് മാത്രമേ എറണാകുളത്തുള്ളൂ. അതിലെല്ലാം പാടിയിരുന്നു. എല്ലാ ദിവസവും മിക്ക സ്റ്റുഡിയോകളിലും എനിക്ക് പാടാനുള്ള അവസരങ്ങളുണ്ടായിരുന്നു അന്ന്. അപ്പം അങ്ങനെ പാടുമ്പോൾ CACയിൽ വരുന്ന CACയുടെ ഗാനമേള ഗ്രൂപ്പിലും ഞാനുണ്ടായിരുന്നു. ഫാദർ മൈക്കിൾ പനക്കിലാണ് എന്നെ അവിടെ പാടാനായിട്ട് എന്താ പറയുക അവസരം തന്നത്. 85 മുതൽ 91 വരെ മിക്ക ദിവസങ്ങളിലും എനിക്ക് ആ സ്റ്റുഡിയോ എന്നല്ല, ഈ മിക്ക സ്റ്റുഡിയോസിലും എനിക്ക് റെക്കോർഡിങ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അത്ര അധികം പാട്ടുകൾ ഞാൻ സിനിമയിൽ പാടുന്നതിന് മുമ്പേ ഒരു പാട്ടല്ല ഒരു ദിവസം പാടുന്നത്, ചിലപ്പോൾ 10-13 പാട്ടുകൾ പാടും ഒരു ദിവസം. അങ്ങനത്തെ ഒരു ബിസി ലൈഫായിരുന്നു. അത് കൂടുതലും ഈ ഭക്തി ഡിവോഷണല്, മാപ്പിളപ്പാട്ടുകൾ, ഹിന്ദു ഡിവോഷണൽ, ക്രിസ്ത്യൻ ഡിവോഷണൽസ്, മാപ്പിളപ്പാട്ടുകൾ, നാടകഗാനങ്ങൾ, അല്ലാത്ത ലളിത ഗാനങ്ങൾ, ഇങ്ങനെ അത് ഒരു ദിവസം പോലെ. അത് എൻ്റെ ഡയറി കഥ പറയും എന്ന് പറയാം. എൻ്റെ ആ കാലഘട്ടത്തിൽ എൻ്റെ ബുക്ക് തുറന്നു വെച്ചാൽ അറിയാം എൻ്റെ ഒരു ദിവസം പോലും ഒഴിവില്ലാതെ ഉള്ള എൻ്റെ ആ ഒരു യാത്ര ആ ബുക്കുകൾ പറയും. ശരി, അതുപോലെയാണ്. അപ്പം നമുക്ക് ഇന്നത് കാണുമ്പോൾ അത്ഭുതം തോന്നും. എന്നുവെച്ചാൽ ഇത്രയും ദിവസങ്ങൾ ഞാൻ ഒരു ദിവസം ഇത്രയും പാട്ട് പാടിയോ, നമ്മൾ വിചാരിക്കും വേടായി പറയണതായിരിക്കും എന്ന് അറിയാത്ത ഒരാൾക്ക് തോന്നാം. അങ്ങനെ ഈ സ്വാഗതത്തിലേക്ക് വന്നത് ഈ CACയിൽ പാടുന്ന അവസരത്തിൽ ചിത്ര ചേച്ചിക്ക് ട്രാക്ക് പാടാനായിട്ട് ഒരു അവസരം കിട്ടി. അതായത് രാജാമണി മാഷിൻ്റെ 10 പാട്ടുകൾ. അത് ദാസേട്ടൻ്റെ ബ്രദർ ആൻ്റണി ചേട്ടനാണ് അതിൻ്റെ പ്രൊഡ്യൂസർ. അപ്പം അത് ഫുൾ പാട്ടുകളും ചിത്ര ചേച്ചി പാടണം. അപ്പം അതിനൊരു ട്രാക്ക് സിംഗർ വേണം. അതിനാണ് ഞാൻ എല്ലാ പാട്ടുകളും പാടി. അപ്പോൾ പാടിക്കഴിഞ്ഞപ്പോൾ റെക്കോർഡിങ് കഴിയുന്ന ദിവസം സാറ് പറഞ്ഞു, രാജാമണി മാഷ് പറഞ്ഞു, ഇങ്ങനെ ട്രിവാൻഡ്രത്തൊന്ന് വന്ന് പാടുമോ, ചിത്രയ്ക്ക് ട്രാക്ക് പാടാൻ വരുമോ, ഫിലിമിൻ്റെ പാട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ 5 ദിവസം വേണ്ടി വരും. ഒരു ദിവസം പാട്ട് പഠിക്കാനും 3 പാട്ടുകളുണ്ട്. അപ്പോൾ ഒരു ദിവസം വന്ന് പാട്ട് പഠിച്ച് പിറ്റേ ദിവസം തുടങ്ങി 3 ദിവസം റെക്കോർഡിങ്സ് ഉണ്ടാവും. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ 5-ാം ദിവസം ആ മിസ്റ്റേക്സൊക്കെ തിരുത്താം. അങ്ങനെ 5 ദിവസം ഒഴിവാക്കി വരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ അപ്പച്ചന് ജോലി ഉണ്ടെന്ന് ഇന്ത്യൻ അലുമിനിയം കമ്പനി. അപ്പോൾ 5 ദിവസമൊക്കെ അപ്പച്ചന് ലീവ് കിട്ടുമോയെന്ന് അറിയില്ല, അപ്പച്ചനോട് ചോദിക്കണം എന്ന് പറഞ്ഞ്. അപ്പച്ചൻ വന്നപ്പോൾ മാഷ് ചോദിച്ചപ്പോൾ അപ്പച്ചൻ ആദ്യം നോ പറഞ്ഞു. അപ്പോൾ അത് 5 ദിവസം ബുദ്ധിമുട്ടായിരിക്കും സാറേ എന്ന് പറഞ്ഞു. പക്ഷേ അന്ന് കൂടെ ഉണ്ടായിരുന്ന ആ റെക്കോർഡിങ്ങിൽ വായിച്ചിരുന്ന ചിറ്റൂർ ഗോപിച്ചേട്ടൻ, നമ്മുടെ കവി, പിന്നെ PR മുരളി ചേട്ടൻ ഫ്ലൂട്ടിസ്റ്റ്, ബേണിച്ചേട്ടൻ, ലിപ്സൺ ചേട്ടൻ, അങ്ങനെ ഒത്തിരി പേര്, അവരൊക്കെ അപ്പച്ചൻ്റെ അടുത്ത് പറഞ്ഞു, അപ്പച്ച അത് ഒഴിവാക്കാൻ പാടില്ല, ഇത് ഫിലിമിന് വേണ്ടിയാണ്, ട്രാക്കായിക്കോട്ടെ സാരമില്ല, ഫിലിമിൻ്റെ പാട്ടിനല്ലേ മിനിമോളെ കൊണ്ടുപോകണം എന്ന് അവരൊക്കെ നിർബന്ധിച്ചിട്ട് അങ്ങനെ അപ്പച്ചൻ സമ്മതിച്ചു. അങ്ങനെ എല്ലാ പാട്ടുകളും 3 ദിവസം കൊണ്ട് റെക്കോർഡിങ് കഴിഞ്ഞു. 5-ാമത്തെ ദിവസം അവരുടെ മിക്സിംഗ് ഒക്കെ ചെയ്ത് എല്ലാ പാട്ടുകളും കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടെ എന്തോ ഡിസ്കഷൻസൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ അപ്പച്ചൻ്റെ അടുത്ത് രാജാമണി മാഷും വേണുനാഗവള്ളി സാറും പിന്നെ ബിച്ചു തിരുമല സാറും കൂടിയാന്ന് തോന്നുന്നു. അപ്പച്ചനോട് പറഞ്ഞു, അപ്പച്ച മോളുടെ പാട്ട് ഞങ്ങൾ മാറ്റണില്ല, ഈ പാട്ട് തന്നെയായിരിക്കും മോളുടെ വോയിസ് ആയിരിക്കും സിനിമയിലും വരണത് എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് പ്രത്യേകിച്ച് എക്സ്പ്രഷനൊന്നും ഉണ്ടായില്ല. പക്ഷെ അപ്പച്ചൻ അവിടെ
പ്രതീക്ഷിച്ചില്ല. സിനിമ എന്നുള്ളൊരു മേഖല സത്യത്തിൽ ഞാൻ ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അക്കരെ നിന്നൊരു കൊട്ടാരം കപ്പൽ പോലെ വരുന്നേരം ഇക്കരെ നിങ്ങളുടെ ചങ്ങാടങ്ങളും പത്തേ മറിയുമെത്തേണം. അക്കരെ നിന്നൊരു കൊട്ടാരം കപ്പൽ പോലെ വരുന്നേരം ഇക്കരെ നിങ്ങളുടെ ചങ്ങാടങ്ങളും പത്തേ മറിയുമെത്തേണം. ആ പാട്ടന്ന് കേൾട്ട സമയത്തെ ആ ശബ്ദം ഉണ്ടല്ലോ, അതുവരെ കേൾക്കാത്തൊരു ഒരു ശബ്ദമാണല്ലോ. അപ്പൊ ഇതാരാവും എന്നുള്ളത് അങ്ങനെ ഒരു കൗതുകം ഉണ്ടായിരുന്നു ആ പാട്ട് കേട്ട് കഴിഞ്ഞപ്പോ. വേറിട്ട ശബ്ദമാണ് അതിലുള്ള മറ്റു പാട്ടുകളൊന്നും ആയിട്ട്. 17 വയസ്സിലാണ് ഈ സ്വാഗതം സിനിമയിൽ പാടുന്നത്. അത് കഴിഞ്ഞ് 91-ലാണ്. അതിനിടയിൽ നമ്മളെ ജെറി അമൽദേവ് സാറിൻ്റെ ഒത്തിരി റെക്കോർഡിങ്സ് ഞാൻ നാട്ടിൽ പാടാറുണ്ട്. അപ്പം ജെറി സാറിന് നല്ലോണം പരിചയമുണ്ട്. സാറിൻ്റെ റെക്കോർഡിങ്സ് എന്ന് പറയണത് എനിക്കൊരു എന്താ പറയുക, എൻ്റെ സിംഗിങ് സ്റ്റൈല് തന്നെ ഒരുപാട് ചേഞ്ചസ് വരാൻ ഉപകരിച്ച ഒരു ക്ലാസ് മുറികളായിരുന്നു എന്ന് തന്നെ പറയാം. മാഷിൻ്റെ, അതുപോലെ കലവൂർ ബാലൻ സാറിൻ്റെ, അർജുന മാഷിൻ്റെ, രാഘവ മാഷിൻ്റെ, പിന്നെ ആരാണ്, പെരുമ്പാവൂർജി സാറിൻ്റെ, വേണിചേട്ടൻ. അപ്പം ഇവരൊക്കെ ലെജൻസ് ആണ് എന്ന് അറിയാതെയാണ് ഞാൻ അവരോടൊപ്പമായിരുന്നത്. അപ്പം എൻ്റെ സിംഗിങ് സ്റ്റൈലിൽ എന്തെങ്കിലും നന്മകൾ നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഉത്തരവാദികൾ അവരും കൂടിയാണ്. അപ്പോൾ ആ സമയത്ത് അവർക്കൊക്കെ നമ്മളോട് വലിയ വാത്സല്യമായിരുന്നു. അപ്പോൾ ആ വാത്സല്യം കൊണ്ട് തന്നെ നമ്മളെ തിരുത്തുമ്പോൾ അതൊരു സ്നേഹത്തിലൂടെയുള്ള തിരുത്തലാണ്. അതെ, ഒരിക്കലും ആരും എന്നെ വഴക്ക് പറഞ്ഞിട്ടില്ല. ഒരു മ്യൂസിക് ഡയറക്ടേഴ്സും എന്നെ ഒന്ന് ശകാരിച്ചതായിട്ടുള്ള ഒരു ഓർമ്മ എൻ്റെ മനസ്സിലില്ല. തമിഴിലേക്ക് എത്തുന്നത് സിനിമയിൽ രാജസാറാണ്. പക്ഷെ അതിനു മുമ്പ് ഞാൻ തമിഴും തെലുങ്കും പാടിയിട്ടുണ്ട്. അത് നമ്മുടെ നാട്ടില് CAC സ്റ്റുഡിയോയിലാണ്. അത് പരസ്യങ്ങള്, ആഡ്സ് വരുമല്ലോ. അത് CACയിലെ മ്യൂസിക് ഡയറക്ടറായിരുന്ന, കീബോർഡിസ്റ്റ് ആയിരുന്ന ലിപ്സൺ ചേട്ടൻ മരിച്ചുപോയി. ഒരു 2 വർഷമായി. ലിപ്സൺ ചേട്ടനാണ് എൻ്റെ ശബ്ദം ഒരു കാസറ്റിൽ കേൾപ്പിക്കാനുള്ളൊരു മനസ്സ് കാണിച്ച ആള്. ആദ്യമായിട്ടൊരു മാപ്പിളപ്പാട്ട് എനിക്ക് പാടാൻ അവസരം തന്നത് ലിപ്സൺ ചേട്ടനാണ്. ജോളി എബ്രഹാം ചേട്ടൻ്റെ കുറേ കാസറ്റുകൾ, തമിഴ് മാതാവിൻ്റെ പാട്ടുകൾ, വേളാങ്കണ്ണി മാതാവിന് വേണ്ടിയുള്ള കാസറ്റ്സൊക്കെ അവിടെ വന്ന് റെക്കോർഡ് ചെയ്യുമായിരുന്നു. അപ്പോൾ അതിനൊക്കെ ജോളി ചേട്ടൻ ഞാൻ ട്രാക്കും പാടും. ഫീമെയിൽ വെർഷൻ ഞാനാണ് പാടിയിട്ടുള്ളത് കുറച്ച് കാസറ്റുകളിലൊക്കെ. അതുപോലെ പരസ്യങ്ങളും. അപ്പം തമിഴും തെലുങ്കും അങ്ങനെ ഞാൻ പാടിയിട്ടുണ്ട്. അങ്ങനെ രാജസാറിൻ്റെ അടുത്ത് വന്നപ്പം, പക്ഷെ അന്ന് ഞാൻ പാടി കേട്ടപ്പോൾ ഒന്ന് സാർ എൻ്റെ അടുത്ത് ചോദിച്ചു, തമിഴ് പൊണ്ണ് പാടുற മാതിരി ഇരിക്കെ നീ തമിഴ് നേരത്തെ പാടിയിട്ടുണ്ടോ എന്നൊക്കെ. അപ്പം എന്താന്ന് എനിക്കറിയില്ല. അത് എന്ത് പറഞ്ഞു തന്നാലും അതുപോലെ പാടി ഫലിപ്പിക്കാൻ ദൈവം ആ സമയത്തൊക്കെ നമ്മളെ അനുവദിച്ചിട്ടുണ്ട്. അതാണ് സത്യം. ഇതിൽ ഒരു മാജിക്കോ മന്ത്രം ഒന്നുമില്ല. മീര എന്ന ചിത്രത്തിലല്ലേ ആദ്യം പാടിയതല്ലേ? അല്ലേ? PC ശ്രീറാം സാറിന്റെ ഡയറക്ഷൻ. സാർ ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്ത പടമാണ്. വിക്രം ആദ്യത്തെ വിക്രമിന്റെ ആദ്യത്തെ പടമാണെന്ന്, ഐശ്വര്യയുടെയും. അതെ അതെ, അങ്ങനെയാണ് എൻ്റെ ഓർമ്മ. ഒരു ഉള്ളത്തെ കവ് വാണത്തിൽ തവ് മുതുവട്ടം എല്ലാം മുടിയമവാട ഇളവട്ടം എല്ലാം കൊടികട്ടി ആട ആട ഒന്നോട് ഒണ്ണ ഒണ്ണ ആട കുമ്മാളം
லவ் பண்ணாத யாரும் ഭൂമിക്ക് ഭാരം എന്നാളും. ശേഷം പിന്നെ തമിഴില് സജീവായിരുന്നോ? സജീവം എന്ന് പറയാൻ അന്ന് ഞാൻ ചെന്ന അന്നാണ് ഈ പാട്ട് പാടിയത്. പിറ്റേ ദിവസം അതിൻ്റെ പിറ്റേ ദിവസം അതിൻ്റെ പിറ്റേ ദിവസം അതിൻ്റെ പിറ്റേ ദിവസവും ഇങ്ങനെ വരിയായിട്ട് രാജസാറിൻ്റെ പാട്ടുകൾ സംഭവിച്ചു. രാജസാറിന്റെ കൂടെ അല്ലാതെ തമിഴില് പിന്നെ ഇതിന്റെ ഇടയിൽ നമ്മൾ ആദ്യമായിട്ട് മദ്രാസിൽ ചെന്നതല്ലേ, എന്നെ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് നമ്മുടെ ജയനങ്കിളാണ്, ഗായകൻ ജയനങ്കിൾ. അങ്കിളിന്റെ കൂടെ ഞാനിവിടെ പ്രോഗ്രാംസിനൊക്കെ നാട്ടിൽ പോവുമായിരുന്നു. വേണുചേട്ടൻ്റെ കൂടെ പോവും, ശ്രീകുമാരേട്ടൻ്റെ കൂടെ, കൂടുതലും മാർക്കോസേട്ടൻ്റെ കൂടെ, പിന്നെ ഉണ്ണിച്ചേട്ടൻ്റെ കൂടെ. അപ്പൊ അവർക്കൊക്കെ എന്നെ അറിയാം, അവർക്കൊക്കെ ആഗ്രഹവുമുണ്ട് ഞാൻ വേറൊരു ഇതിലേക്ക് എത്തണം എന്നുള്ളൊരു നല്ലൊരു ലെവലിലാകണം ആഗ്രഹിക്കുന്ന ആൾക്കാരായിരുന്നു അവരൊക്കെ. അപ്പൊ അങ്ങനെ ജയനങ്ങൾ എൻ്റെ കാര്യം രാജസാറിനോട് പറഞ്ഞിട്ടാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പരിചയമുള്ള ഒരാളുള്ളത് ജെറിമാഷ് മാത്രമേ ഉള്ളൂ ചെന്നൈയിൽ. അപ്പൊ ഞങ്ങൾ ചെന്നിട്ട് മാഷിന്റെ അടുത്താണ് താമസിച്ചത്. ആദ്യത്തെ റെക്കോർഡിങ് കഴിഞ്ഞ അന്ന് രാത്രി തന്നെ നമ്മുടെ ജോൺസൺ ചേട്ടൻ്റെ കൂടെ ഒരു പാട്ട് പാടി. അത് രാജമണി മാഷിൻ്റെ വർക്കായിരുന്നു. ഞങ്ങൾ സ്റ്റുഡിയോന്ന് ഈ ലവണ്ണ ലവ് പാടി കഴിഞ്ഞ് രാജമണി മാഷിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ഇപ്പോൾ ഒരു വർക്കുണ്ട് അരവിന്ദ് ഓഡിയോയിൽ എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചുകൊണ്ട് പോയി. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ ഇതാണ് ജോൺസൺ ചേട്ടൻ എന്നൊന്നും എനിക്കറിയില്ല. നമ്മുടെ മ്യൂസിക് ഡയറക്ടർ ജോൺസൺ ആണ് ഇതൊന്നും ഞാൻ അറിയണില്ല. അപ്പൊ ഞാൻ ആദ്യം ചെന്ന് പാട്ടൊക്കെ എഴുതിയെടുത്തിരുന്നു. അപ്പോഴേക്കും ഈ ചേട്ടൻ കുറേ ആൾക്കാരൊക്കെ കൂടെയുണ്ട്. ഈ ചേട്ടൻ വന്ന് പാട്ടൊക്കെ എഴുതിയെടുത്ത്, മോള് പാട്ട് പഠിച്ചെന്ന് പറഞ്ഞു. എന്നാ പാടാന്ന് പറഞ്ഞു. എൻ്റെ കൂടെ പാടി പാട്ടൊക്കെ പാടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മോള് നന്നായിട്ട് പാടിട്ടാ എന്ന് പറഞ്ഞിട്ട് എൻ്റെ പുറത്ത് തട്ടിയിട്ട് പോയി. പിന്നെ ഞാൻ ആളെ കണ്ടില്ല. അപ്പം ഞാൻ എൻ്റെ ബുക്കൊക്കെ എടുത്ത് ബാഗൊക്കെ എടുത്ത് വന്നപ്പോഴേക്കും ആള് പോയി. പിന്നെ ഞാൻ ആ പാട്ടിരുന്ന് അവിടെ ഇരുന്ന് കേട്ടൊക്കെ കഴിഞ്ഞപ്പോൾ രാജാമണി മാഷ് എന്നോട് പറയാണ്, മോളുടെ കൂടെ പാടിയത് ആരാന്ന് മനസ്സിലായോ? ഇല്ല, ജോൺസൺ എന്നാണ് പേരെന്ന് പറഞ്ഞു. അതാണ് മ്യൂസിക് ഡയറക്ടർ ജോൺസൺ. റെക്സ് മാഷിനെ കാണാൻ AVM-Gയിൽ ചെന്നപ്പോൾ അവിടെ കീരവാണി സാറിൻ്റെ വർക്ക് നടക്കുകയാണ്. അപ്പം മാഷിനെ കണ്ട് പരിചയമുണ്ട് നേരത്തെ. അപ്പോൾ മാഷ് കീരവാണീനെ പരിചയപ്പെടുത്തി. കീരവാണി സാർ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഇത് നാട്ടിൽ നിന്ന് വന്നു. അപ്പൊ കീരവാണി സാറിന്റെ അടുത്ത ദിവസം തന്നെ ഒരു പാട്ട് പാടി, ആദ്യത്തെ തെലുങ്ക് പാട്ട്. അതെ. ఈ మండి ఏవి శ్రీవారు ఏవి మనవైన నిమిషాలు ఎడుదాగినాయి. ఏమండి ఏవి శ్రీవారు ఏవి మనవైన నిమిషాలు ఎడుదాగినాయి. ഇങ്ങനെ ഒരു പാട്ട്. ശേഷം പിന്നെ തെലുങ്കില് കുറെ ഒത്തിരി പാടി. വിദ്യാസാഗറിന്റെ ഒരുപാട് പാട്ടുകൾ പാടി. പിന്നെ രാജ്കോട്ടി സാറിന്റെ, ചക്രവർത്തി സാറിന്റെ, അന്നുണ്ടായിരുന്ന എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സിന്റെയും പാടാൻ പറ്റും. പിന്നീട് എപ്പോഴാണ് ഇന്ത്യ മുഴുവൻ പാടിക്കൊണ്ടിരുന്ന ആ പാട്ടിലേക്ക് എത്തുന്നത്? ചിന്ന ചിന്ന ആസെ. അർത്ഥം അറിഞ്ഞും അറിയാതെയും ചെറിയ കുട്ടികളും മുതിർന്നവരെന്ന് പറഞ്ഞമാരെ അന്നും ഇന്നും പാടിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ട് അല്ല. എനിക്ക് തോന്നുന്നു ഇത്രയും ഇങ്ങനെ ഒരു ഹിറ്റായ പാട്ട് വേറെ ഉണ്ടെന്നറിയില്ലേ? A.R. റഹ്മാൻ സാറിനെ ഞാൻ രാജ്കോട്ട് സാറിൻ്റെ സ്റ്റുഡിയോയിൽ ഇങ്ങനെ റെക്കോർഡിങ്സിന് പോകുമ്പോൾ കാണാറുണ്ട്. അങ്ങനെ ഭയങ്കര സംസാരമോ പരിചയമോ അങ്ങനെയൊന്നുമില്ല. പാട്ട് നല്ലതാണെങ്കിൽ നല്ലായിരുന്നത് എന്ന് പറയാം, അത്രേ ഉള്ളൂ. അതെല്ലാ ആർട്ടിസ്റ്റുകളും പറയാറുണ്ട് അങ്ങനെ, നല്ലായിരുന്നത് പാപ്പ. ചെറിയ ആളല്ലേ, അവർക്കൊക്കെ അവരുടെ കണ്ണിൽ ഞാനൊരു ചെറിയ കുട്ടിയായിട്ടാണ് അവർക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ അവര് പാടി കഴിയുമ്പോൾ വന്നിട്ട് ആ വാത്സല്യം കൊണ്ട് തന്നെ നന്നായിരുന്നു എന്ന് പറയും. അങ്ങനെയായിരുന്നു. അപ്പോൾ നമ്മുടെ അർജുന മാഷ് വന്നിട്ടാണ് എന്നെ ഒരു പ്രാവശ്യം, അർജുന മാഷിൻ്റെ മോനാണ് ആദ്യം ജിങ്കിൾസ് പാടാൻ വിളിക്കുന്നത്, അനിച്ചേട്ടൻ.
അപ്പോൾ ചെല്ലുമ്പോൾ റഹ്മാൻ സാറിൻ്റെ വീടിൻ്റെ ബാക്ക് സൈഡിൽ തന്നെ ഒരു റെക്കോർഡിങ് സ്റ്റുഡിയോ, അവിടെയായിരുന്നു ആ ജിങ്കിൾസ് എല്ലാം റെക്കോർഡ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് 2-3 പ്രാവശ്യം ഞാൻ അവിടെ പോയി പാടിയിട്ടുണ്ട്. പിന്നെ കാണുന്നത് ഈ രാജ്കോട്ടി സാറിൻ്റെ റെക്കോർഡിങ് സ്റ്റുഡിയോയിലാണ്, അല്ലാതെ വേറെ പരിചയമില്ല. പിന്നെ ഒരു ദിവസം അർജുന മാഷ് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ദിലീപിന് ഇങ്ങനെ ഒരു പടം ചെയ്യാൻ കിട്ടിയിട്ടുണ്ട്, മോള് വന്നൊരു പാട്ട് പാടണം എന്ന് പറഞ്ഞിട്ട് മാഷ് തന്നെയാണ് എന്നെ വിളിക്കാൻ വന്നത്. അങ്ങനെയാണ് ചിന്ന ചിന്ന ആസൈ പാടുന്നത്. ആദ്യത്തെ ദിവസം പാടി, പിറ്റേ ദിവസം ഒന്നുകൂടി വിളിച്ചു. ആദ്യം പാടിയ ലിറിക്സ് കുറച്ചൊക്കെ മാറ്റിയിട്ട് പിറ്റേ ദിവസം പാടിയ വെർഷനാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചിന്ന ചിന്ന ആസൈ. പിന്നീട് തുടരെ റഹ്മാന്റെ പാട്ടുകൾ ഒരുപാട് പാട്ടുകൾ പാടി. പിന്നീട് പാടിയത് പുതിയ മുഖം. ശംഭോ 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 സായങ്കാലം വമ്പോ വമ്പോ ഭൂമി താണ്ടി പോകാമൽ സാഹാമൽ മോക്ഷങ്ങൾ കാൺപോം ഇപ്പോ. അങ്ങനെ ഒരു പാട്ട് ശുഭ ചേച്ചിയുടെ കൂടെയാണ് ആ പാട്ട്. നിലാപ്പൊങ്കലായല്ലോ പാടിയ ശുഭ ചേച്ചി. ജെന്റിൽമാനിൽ പാടിയത് പാക്കാതെ പാക്കാതെ പഞ്ചാംഗത്തെ പാക്കാതെ തള്ളാതെ തള്ളാതെ ധാവണിയ തള്ളാതെ കിള്ളാതെ കിള്ളാതെ കിളി മനസ്സ് കിള്ളാതെ കൊല്ലാതെ കൊല്ലാതെ ടീനേജർ കൊല്ലാതെ വാഴ്ക്കൈ വാഴത്താനേ. അങ്ങനെ ഒരു പാട്ട്. ഈ ചിന്ന ചിന്ന ആസൈ തന്നെ എത്ര ഭാഷകളിൽ പാടി? ചിന്ന ചിന്ന ആസൈ മൂന്ന് ഭാഷ, തമിഴ്, തെലുങ്ക്, ഹിന്ദി. അത് തന്നെ. അതുപോലെ തന്നെ പാക്കാതെ പാക്കാതെ തമിഴും തെലുങ്കും. പിന്നെ സംഭോയും തമിഴും തെലുങ്കും. അങ്ങനെ സാറിൻ്റെ തന്നെ പാട്ടുകൾ ഇങ്ങനെ 2-3 പ്രാവശ്യം 3 ലാംഗ്വേജസിൽ പല പാട്ടുകളും അങ്ങനെ പാടിയിട്ടുണ്ട്. ഇന്ദിരയോ ഇവൾ സുന്ദരിയോ, ഇന്ദിരയോ ഇവൾ സുന്ദരിയോ ദേവരംഭയമോഹിനിയോ, ആ പാട്ട്. അത് സ്വർണലത, ഞാൻ, സുജാത ചേച്ചി, ഗംഗ, അങ്ങനെ ഞങ്ങളൊക്കെ കൂടി പാടിയ പാട്ടാണ്. അങ്ങനെ പിന്നെ ഇതാ വണ്ടിച്ചോലൈ ചിന്നരാസു എന്ന് പറഞ്ഞൊരു പടം. അതിൽ ജയനങ്ങളുടെ കൂടെ ഒരു ചിത്തിര നിലവ് സേലയിൽ വന്നത് മുന്നേ, അങ്ങനെ ഒരു പാട്ട്. പിന്നെ കറുത്തമ്മ എന്ന് പറഞ്ഞ കറുത്തമ്മ. അയ്യോ കറുത്തമ്മ എനിക്ക് തീരെ ശബ്ദമില്ലാത്ത സമയത്ത് പാടിയ ശബ്ദം പ്രശ്നമായി തുടങ്ങിയ സമയത്തല്ല, നല്ല പ്രശ്നമുള്ള സമയത്ത് അങ്ങനെ പാടിയത്. റഹ്മാൻ മാജിക്കാണ് ആ പാട്ട്. എങ്ങനെയോ എന്നെ പാടിച്ചു, എങ്ങനെയോ ഞാൻ പാടിയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല പാട്ട്. അതുപോലെ എന്താ പറയുക, ക്ഷമയോടെ ഇരുന്ന് ഭാരതിരാജ സാറും റഹ്മാൻ സാറും ഉണ്ടായിരുന്നു ഞാനത് പാടുന്ന സമയത്ത്. അങ്ങനെ പാടിയ പാട്ടാണത്. ഒരുപാട് എന്താ കുറേ സമയം എടുത്ത് ചെയ്ത പാട്ടാണ്. ഓരോ വേർഡ്സ് ഇങ്ങനെ പെറുക്കി പെറുക്കി പാടി എന്ന് പറഞ്ഞ പോലെയാണ്, പറഞ്ഞ പോലെ പാടി എന്ന് പറയാം. അങ്ങനെയാണ് ആ പാട്ട് ഞാൻ പാടി തീർത്തത്. പക്ഷെ അതൊരു മനോഹരമായ പാട്ടായിരുന്നു. പിന്നില്ലേ, അതാണ് ഞാൻ പറഞ്ഞത്, ടെക്നോളജി വളർന്നപ്പോൾ അതിൻ്റെ അന്ന് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാരണം ഞാൻ 4 വരി ഇപ്പം അവിടെയൊക്കെ ട്രാക്കാണ് പാടണമെങ്കിൽ, ഇപ്പം പാക്കാതെ പാക്കാതെയൊക്കെ ഓർക്കസ്ട്ര എടുത്ത് വെച്ചിട്ട് നമ്മളെ മിക്സിങ്ങിന് വിളിക്കുമായിരുന്നു. ചിന്ന ചിന്ന ആസയും വോയിസ് മാത്രം എടുക്കുമായിരുന്നു. അന്ന് ഓർക്കസ്ട്ര ഒന്നും ഉണ്ടായിരുന്നില്ല, വെറുതെ ക്ലിക്ക് ട്രാക്കും ശ്രുതി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ സാറിൻ്റെ അടുത്ത് പാടുമ്പോൾ നമുക്കൊരു ടെൻഷനും തരില്ല. ഒട്ടും ടെൻഷൻ തരാത്തൊരു മ്യൂസിക് ഡയറക്ടറാണ് റഹ്മാൻ സാർ. ഒട്ടും നമുക്ക് ഇതൊരു സ്റ്റുഡിയോ ആണ്, അയ്യോ ഇവിടെ പേടിച്ച് അങ്ങനത്തെ ഒന്നുമില്ല. നമ്മളെ ഫ്രീ ആയിട്ട് കംഫർട്ടബിളായിട്ട് പാടിക്കുന്ന ഒരു സ്ഥലമാണത്. അപ്പം അങ്ങനെ ചെന്നു. ഇത് പല പാട്ടുകളും അങ്ങനെ
പഞ്ച് ചെയ്ത് എടുക്കാന്ന് പറഞ്ഞാൽ 1 വരി 2 വരി അങ്ങനെയല്ല അന്നത്തെ സിസ്റ്റം. ഞാനിങ്ങനെ അങ്ങോട്ട് പാടി ഫുള്ളങ്ങനെ പാടിപ്പോവും, അവർ റെക്കോർഡ് ചെയ്യും, വീണ്ടും ഒന്നുകൂടി പാടും, പിന്നെ റെക്കോർഡ് ചെയ്യും. എന്നാൽ 1 വരി അങ്ങനെ പാടി റെക്കോർഡ് ചെയ്യൽ വളരെ അന്നില്ല, ഞാൻ അങ്ങനെ പാടിയിട്ടില്ല മിക്ക പാട്ടുകളും. പിന്നെ ലൈവ് ഓർക്കസ്ട്രയുടെ കൂടെ ഒന്നിച്ച് റെക്കോർഡ് ചെയ്ത് പോവുക, അങ്ങനത്തെ ഒരു സിസ്റ്റത്തിൽ പാടിയിട്ട് പാടാൻ വയ്യാത്തൊരവസ്ഥയിൽ ഞാനിങ്ങനെ 1 വരി 1 വാക്കൊക്കെ ഇങ്ങനെ പാടുമ്പോൾ ഉള്ളൊരു ഭയങ്കര വിഷമമായിരുന്നു എനിക്ക്. ഇത് വരിയായിട്ട് പാടിയിട്ടായാൽ പോലും പാട്ട് പുറത്തു വരുന്നത് മനോഹരമായിട്ടാണല്ലോ, ഒന്നിച്ചാണല്ലോ ആണ്. എങ്കിലും കേൾക്കുമ്പോൾ തോന്നുന്നുണ്ടാവും എൻ്റെ വിവരമില്ലായ്മ കൊണ്ടായിരിക്കും അന്ന് എനിക്ക് തോന്നണത് വിഷമമാണ്. കാരണം ഞാൻ എന്താ പറയുക 84 85 തുടങ്ങി ഞാൻ സ്റ്റുഡിയോയുടെ ഉള്ളിൽ ജീവിച്ച ആളാണ്. ഈ എൻ്റെ എല്ലാ റെക്കോർഡിങ്സും ലൈവാണ്. ടെക്നോളജി എന്തുണ്ടെന്നൊന്നും നമ്മൾ അറിയണില്ല. ടെക്നോളജിയിലൂടെയാണ് ഇത് പുറത്തു വരണത്, ശരി. പക്ഷെ ആ സൈഡ് നമ്മൾ ചിന്തിക്കുന്നില്ലല്ലോ. നമ്മൾ വൃത്തിയായിട്ട് പാടുക, പഠിപ്പിച്ചു തരുന്നത് നീറ്റായിട്ട് പാടി വെക്കുക എന്നുള്ള ആ ഒരു ജോലിയാണ് നമ്മുടെ ജോലി. അപ്പൊ അത് ചെയ്യാൻ പറ്റാണ്ട് വരുന്ന ഒരു അവസ്ഥ എന്ന് പറയണത് ഒരു വല്ലാത്ത അവസ്ഥയാണ്. ഈ ശബ്ദമില്ലാത്ത സമയത്തും റഹ്മാൻ വിളിച്ചപ്പം എന്താ തോന്നിയത്? എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാലും സമ്മതിക്കാത്ത ഒരു മ്യൂസിക് ഡയറക്ടർ. അല്ല, അദ്ദേഹം ഒരു പാട്ടിന് ഇന്ന ആള് വേണം എന്ന് അവരാഗ്രഹിച്ചിട്ടായിരിക്കും വിളിക്കുക. അപ്പം അങ്ങനെ വിളിച്ചു. ഞാൻ വരില്ല എന്ന് പറഞ്ഞപ്പോൾ നീ വാ, ധൈര്യമായിട്ട് വാ എന്ന് പറഞ്ഞ് അങ്ങനെ വിളിക്കാൻ മനസ്സ് കാണിച്ച അധികം പേര് അങ്ങനെ ചെയ്തിട്ടില്ല. ജോൺസൺ ചേട്ടൻ അങ്ങനെ വിളിച്ചിട്ടുണ്ട്. ജോൺസൺ ചേട്ടൻ്റെ പല പാട്ടുകളും ഞാൻ അങ്ങനെ പാടിയിട്ടുണ്ട് വയ്യാത്ത അവസ്ഥയിൽ. പക്ഷെ ഞാൻ മടി പറഞ്ഞാലും എന്നെ ധൈര്യം തന്ന് വിളിച്ച 2 പേരാണ് റഹ്മാൻ സാറും ജോൺസൺ ചേട്ടനും. കാരണം അതെങ്ങനെയാണ് ആ കാലത്തിനെ അതിജീവിച്ചു പോയത്? മിൻമിനിയമ്മ പാടാൻ വരല, പാടുതൊക്കെ വരല, ഉടമ്പ് ശരിയില്ല, ഇതെല്ലാം നമുക്ക് സുഖം ഉണ്ടെങ്കിലും പിന്നെ ഇങ്ങനെ അങ്ങോട്ട് സ്പ്രെഡായി. അപ്പൊ പാട്ട് പ്രശസ്തിയിലെത്തി എന്ന് പറയുന്നതിലും കൂടുതൽ ഇതാണ് പ്രശസ്തിയിൽ, അതായത് പാടാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രശസ്തമായത്. ഇതിൽ ദാദാനിൻ സംഗീത മധുപകരു. മോൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞു, നീ ഒന്ന് കയറി കാണും മമ്മീനെ, നീ കുറച്ചു നേരം സംസാരിച്ചിട്ട് വാ, മമ്മി അത്രയും വീക്കാണ്, ഞങ്ങൾക്ക് പോലും അത്രയും ഹോപ്പില്ല എന്നുള്ള രീതിയിൽ അവനോട് പറഞ്ഞു. ഞാനുണ്ട് നിൻ്റെ കൂടെ, ഞങ്ങളുണ്ട് നിൻ്റെ കൂടെ എന്ന് പറയുന്നിടത്ത് നമ്മൾ ധൈര്യപ്പെടും.